നമസ്കാരം. അനിൽ ബാലചന്ദ്രൻ, ദ സെയിൽസ്മാൻ. ഒരു സെയിൽസ് പ്രസൻറ്റേഷന് മുൻപേ നമ്മൾ ഏതൊക്കെ രീതിയിൽ പ്രിപ്പയർഡ് ആയിരിക്കണം നമുക്കൊന്ന് നോക്കാം. ഒരു സെയിൽസ് പ്രസൻറ്റേഷൻ എടുക്കാൻ നമ്മൾ കസ്റ്റമറുടെ ഡോറിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. അതിൽ ഒന്നാമത്തതാണ് ആരെയാണ് കാണാൻ പോകുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്രസൻറ്റേഷൻ കൊടുക്കുന്നത് എന്ന ക്ലാരിറ്റി നമുക്കുണ്ടായിരിക്കണം. കാരണം ഒരു സെയിൽസ്മാൻ്റെ മൈൻഡ് സെറ്റാണ് അവൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. സോ ബി വെരി ക്ലിയർ ഹൂ യു ആർ ഗോയിങ് ടു മീറ്റ് ആൻഡ് വാട്ട് റിസൾട്ട് യു ആർ എക്സ്പെക്റ്റിംഗ് ആഫ്റ്റർ ദിസ് പ്രസൻറ്റേഷൻ. അങ്ങനെ നമ്മൾ ഈ റിസർച്ച് നടത്തിയിട്ട് എന്താണ് വേണ്ടത്, നമുക്ക് ഈ പറയുന്ന കമ്പനിയുടെ അല്ലെങ്കിൽ നമ്മൾ മീറ്റ് ചെയ്യാൻ പോകുന്ന ആളിൻ്റെ യഥാർത്ഥ കസ്റ്റമേഴ്സ് ആരൊക്കെ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ എന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. അവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യണം നമ്മൾ? വി ഷുഡ് ക്രിയേറ്റ് എ സ്റ്റോറി. നമ്മളുടെ കമ്പനി ഇതിനു മുമ്പ് സെയിം ഇൻഡസ്ട്രിയിലുള്ള, അതായത് നമ്മൾ കാണാൻ പോകുന്ന ഈ കസ്റ്റമറുടെ അതേപോലുള്ള ഇൻഡസ്ട്രിയിലെ നമ്മളുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിൻ്റെ സക്സസ് സ്റ്റോറീസ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് അവിടെ പോകാൻ പറ്റണം. ഈ സ്റ്റോറീസ് ആയിരിക്കണം നമ്മളുടെ അവിടുത്തെ ഇൻട്രോ എന്ന് പറയുന്നത്. സർ, ഇതേപോലെ തന്നെ ഒരു കസ്റ്റമർ ഞങ്ങൾക്കുണ്ടായിരുന്നു, അവരെ ഞങ്ങൾ സക്സസ്സിലേക്ക് എത്തിച്ചത് ദാണ്ട് ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടാണ് എന്ന് പറയുമ്പോൾ ആ കസ്റ്റമർക്ക് നമ്മളിലുണ്ടാകുന്ന വിശ്വാസം അത് ചെറുതല്ല. സോ ക്രിയേറ്റ് ആൻ ഇമോഷണൽ സ്റ്റോറി ആഫ്റ്റർ അവർ റിസർച്ച് എബൌട്ട് ഹൂ യു ആർ ഗോയിങ് ടു മീറ്റ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെ പ്രിപ്പയർ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് എന്ത് ചോദ്യങ്ങൾ ചോദിക്കണം എന്നുള്ളത്. എപ്പോഴും സെയിൽസുകാർക്ക് പറ്റുന്ന വലിയൊരു മിസ്റ്റേക്കാണ് നമ്മൾ സംസാരിക്കാൻ പഠിക്കും, എന്തൊക്കെ കാര്യങ്ങൾ ഈ പ്രസൻറ്റേഷനിൽ കസ്റ്റമറോട് പറയണം എന്ന വ്യക്തമായ ധാരണ നമുക്കുണ്ട്. പക്ഷേ നമുക്ക് എന്തിനെക്കുറിച്ച് ക്ലാരിറ്റി ഇല്ല, എന്ത് ചോദിക്കണം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ക്ലാരിറ്റി ഇല്ല. സോ ബി റെഡി വിത്ത് യുവർ ക്വസ്റ്റ്യനെയർ. നമ്മളുടെ ക്വസ്റ്റ്യനെയർ സെറ്റായിരിക്കണം ആൻഡ് വി ഷുഡ് ആസ്ക് ഇൻ ദാറ്റ് പർട്ടിക്കുലർ സീക്വൻസ്. ഓരോ സീക്വൻസ് അനുസരിച്ച് തന്നെ നമ്മളുടെ ക്വസ്റ്റ്യൻസ് കസ്റ്റമറിലേക്ക് ത്രോ ചെയ്യാൻ നമുക്ക് സാധിക്കണം. നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ബി പങ്ക്ച്വൽ. നമ്മുടെ ടൈമിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു സെയിൽസുകാരൻ ഒരിക്കൽ പോലും കൃത്യനിഷ്ഠ എന്ന് പറയുന്നത് ലംഘിക്കാൻ പാടില്ല. ആ കറക്റ്റ് ടൈമിൽ എത്തിയിരിക്കണം. ഇല്ലെങ്കിൽ ഇതൊരു പ്രൂഫാണ് ആഫ്റ്റർ സെയിൽസ് ഇത് തന്നെയായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ കൃത്യസമയത്ത് അവിടെ എത്തിയില്ല എന്നുണ്ടെങ്കിൽ. സോ ബിഫോർ യുവർ പ്രസൻറ്റേഷൻ ബി പഞ്ച്വൽ. മറ്റൊരു കാര്യം, ഡോണ്ട് ഫോക്കസ് ഓൺ നെഗറ്റീവ്സ്. ഒരിക്കലും നമ്മൾ മാർക്കറ്റിലെ റിസഷനെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മളുടെ കമ്പനിയോ അല്ലെങ്കിൽ ആ കമ്പനി ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോബ്ലത്തെക്കുറിച്ച്, അതായത് നെഗറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് കസ്റ്റമറെ നമ്മളുടെ പ്രസൻറ്റേഷൻ്റെ അകത്ത് കൊണ്ടുപോകാതെ ഇരിക്കുക. കാരണം ഈ നെഗറ്റിവിറ്റി അവരിലേക്ക് അടിച്ചു കഴിയുമ്പോഴത്തേന് വല്ലാത്ത സ്ട്രെസ്സ് കസ്റ്റമർക്കുണ്ടാവും. നമുക്ക് ശരിയാണ് കസ്റ്റമറുടെ പ്രോബ്ലം നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം, ബട്ട് നെവർ ഫോക്കസ് ഓൺ നെഗറ്റിവിറ്റി. ഒരു സെയിൽസുകാരൻ എപ്പോഴും അപ് ടു ഡേറ്റ് ആയിരിക്കണം. കാരണം ഇപ്പം തന്നെ നമുക്കറിയാം, ലോകത്തെ ഏറ്റവും വലിയ കമ്പനിയായ ആമസോൺ നമ്മളെല്ലാവരും കയറി പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാറുണ്ട് അല്ലേ? എത്ര സെയിൽസുകാരുണ്ട്, എത്ര സെയിൽസ് എക്സിക്യൂട്ടീവ്സിനെ നമ്മൾ കാണുന്നുണ്ട് ആമസോണിൽ? ആരുമില്ല. അവിടെ നമ്മൾ മനസ്സിലാക്കണം, സെയിൽസ് എന്ന് പറയുന്നിടത്ത് മനുഷ്യനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ വേണ്ട, സെയിൽസ് എക്സിക്യൂട്ടീവ്സോ സെയിൽസ് മാനേജേഴ്സോ ഇനി കമ്പനിയിൽ വേണ്ട. കാരണം എന്താണ്? പ്രൊഡക്റ്റ് ഈസ് ബീൻ ഗിവൺ ഓർ ട്രാൻസ്ഫേർഡ് ടു ദ ഹാൻഡ്സ് ഓഫ് ദ കസ്റ്റമർ. കസ്റ്റമറുടെ കൈവെള്ളയിലേക്ക് പ്രൊഡക്റ്റ് നേരിട്ട് കമ്പനികൾ എത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇൻ ഫ്യൂച്ചർ ഇറ്റ്സ് എ ഡേഞ്ചർ ഫോർ ഈച്ച് ആൻഡ് എവറി സെയിൽസ് പേഴ്സൺ. വി ആർ ഇൻ ഡേഞ്ചർ. അതുകൊണ്ട് എന്ത് വേണം? ഡെവലപ്പ് യുവർ സ്കിൽ. ഇല്ലെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കുവാൻ സാധിക്കില്ല ഇൻ സെയിൽസ് പ്രൊഫഷൻ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ.